ഇറാൻ ഇപ്പോൾ ചിത്രത്തിലേയില്ല. ഇബ്രാഹിം റൈസിയുടെ മരണത്തോടെ ഇറാൻ ഭരണകൂടം ഒതുങ്ങി. ഇനി പെട്ടെന്നൊന്നും ഇറാനികൾ തലമുക്കില്ല. ശരിയാണ്, പലരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ ഉപരോധങ്ങളെയെല്ലാം കഴിയും വിധം മറികടക്കുകയും സദാസമയം പോരാളിയായി നിലകൊള്ളുകയും ഒരു ജനതയെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത സമുന്നതനായ നേതാവിന്റെ വിയോഗം ഇറാനികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവുന്നതല്ല. അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടാക്കിയ ആഘാതം സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വരെ പ്രതിഫലിച്ചിരിക്കുന്നു. പക്ഷേ ആ ആഘാതത്തിന്റെ ഭാരവും പേറി ഒതുങ്ങിക്കൂടാൻ ഇതുവരെയും തുടർന്ന ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ ആത്മാഭിമാനമുള്ള ഇറാനികൾക്ക് സാധിക്കില്ല. ഇബ്രാഹിം റൈസി തെളിച്ച പ്രതിരോധത്തിന്റെ വഴികളിൽ ഇറാനികളെ നയിക്കാൻ അവർക്ക് ഇന്നൊരു നേതാവുണ്ട്, മസൂദ് പെസഷ്കിയാൻ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ അനുഗ്രഹ വചസ്സുകളും പരിപൂർണ പിന്തുണയും അദ്ദേഹത്തിനൊപ്പമുണ്ടാകും. ഇറാന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, വികസനത്തിന് ഉപരോധവും തുടർന്നുള്ള പ്രതിസന്ധികളും പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന മസൂദ് പെസഷ്കിയാൻ ഇസ്രയേലുമായുള്ള സന്ധിയില്ലാ പോരാട്ടം തുടരുമെന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ പോരാട്ടങ്ങൾക്ക് ഇടങ്കോലിടാൻ അമേരിക്ക എത്തിയാൽ അതൊന്നും ഇറാനെ ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് മസൂദ് പെസഷ്കിയാൻ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയ്ക്ക് എഴുതിയ കത്ത്. ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസഷ്കിയാൻ ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും മേഖലയിലെ മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകൾക്കും തുടർന്നും പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി നിയമവിരുദ്ധ പ്രവർത്തനം തുടരുന്ന സയണിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പശ്ചിമേഷ്യയിലെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഹസൻ നസ്രുള്ളയ്ക്ക് എഴുതിയ കത്തിലും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ പിന്തുണ ഇറാന്റെ അടിസ്ഥാന നയങ്ങളിൽ വേരൂന്നിയതാണെന്നും അത് ശക്തമായി തന്നെ ഇനിയും തുടരുമെന്നും ഉറപ്പു നൽകിയ മസൂദ് ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് 10 മടങ്ങ് ശക്തി പകരുകയാണ്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ളയുമായുള്ള ഇറാൻ സഖ്യം നിലനിർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന മസൂദിന് ഹസൻ നസ്രുള്ളയുടെ അഭിനന്ദന സന്ദേശമെത്തിയിരുന്നു. ഇതിന് മറുപടി എന്ന നിലയ്ക്കാണ് ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പിന്തുണയുണ്ടാകുമെന്ന് ആവർത്തിച്ച് ഹസൻ നസ്രുള്ളയ്ക്ക് മസൂദ് മറുപടി സന്ദേശം അയക്കുന്നത്. ഹിസ്ബുള്ളയും മേഖലയിലെ മറ്റ് ഇറാൻ സഖ്യ ഗ്രൂപ്പുകളും അന്തിമ വിജയം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഹസൻ നസ്രുള്ള അദ്ദേഹത്തിന് എഴുതിയ കത്തിലൂടെ ഉറപ്പു നൽകിയിട്ടുണ്ട്. നസ്രുള്ളയുടെ വിലപ്പെട്ട സന്ദേശത്തിന് നന്ദി അറിയിച്ച മസൂദ് കത്തിൽ മറ്റൊരു വാക്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഫലസ്തീനിലെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലെയും അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കെതിരെയുള്ള യുദ്ധവും ക്രിമിനൽ നടപടികളും തുടരാൻ മേഖലയിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തെ അനുവദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലെബനനിലെ ജനങ്ങൾക്ക് ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകട്ടെ. വീരോചിതമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന പോരാളികൾക്ക് ദൈവികമായ വിജയമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തിന്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ഭരണകൂടം നൽകുന്ന സാമ്പത്തിക സൈനിക സഹായത്തിനെതിരെ ആഭ്യന്തര തലത്തിൽ പ്രതിഷേധിച്ചവരെല്ലാം ഇന്ന് പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതരായിരിക്കുന്നു. ദേശീയ വിഭവങ്ങളുടെ പാഴാക്കൽ എന്ന് ആ സഹായത്തെ അക്കൂട്ടർ അന്ന് ആക്ഷേപിച്ചുവെങ്കിലും മേഖലയിൽ ചെറുത്തുനിൽപ്പിന്റെ ആവശ്യകതയെ ഇന്നവർ തിരിച്ചറിയുന്നു. ഇബ്രാഹിം റൈസിയുടെ മരണത്തോടെ ഇറാൻ ഭരണകൂടം ഒതുങ്ങിപ്പോയെന്ന് വിശ്വസിച്ചവർക്കുള്ള ചെറിയ മറുപടി കൂടിയാണ് നിയുക്ത ഇറാൻ പ്രസിഡന്റിന്റെ ഈ തുറന്ന കത്ത്. ഇറാൻ എവിടെയും പോയിട്ടില്ല. ഇറാൻ നടപ്പിലാക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് പശ്ചിമേഷ്യ ഇപ്പോഴും സാക്ഷ്യം വഹിക്കുന്നത്. ഏത് കൊടികുത്തിയ അറബികൾ കൈയൊഴിഞ്ഞാലും ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിന് ശക്തി പകരാൻ ഹമാസിനൊപ്പം ഇറാനും ഉണ്ടാകുമെന്ന വിശ്വാസം ഗസയെ മുന്നോട്ട് നയിക്കുന്നു. സയണിസ്റ്റ് ഭീകരവാദത്തെ പരാജയപ്പെടുത്തുന്നതിനിടയിൽ ഹമാസിനും ഫലസ്തീനികൾക്കും ഒരുപക്ഷെ കാലിടറിയാൽ കരുതലിന്റെ കരസ്പർശമായി ഇറാനികൾ ഉണ്ടാകുമെന്ന വിശ്വാസവും കൊടിയ വംശഹത്യയെ അഭിമുഖീകരിക്കുന്ന ആ ജനതയ്ക്കുണ്ട്.